ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സെൻറ്ററിൽ ജോലി ചെയ്യുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്. അവൾക്ക് വെറും 18 വയസ്സ് മാത്രമാണ് പ്രായം. അവള് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു ഹാഫ് ഡേ ലീവ് വേണം. ഞാൻ ചോദിച്ചു, എന്തിനാണ്? അപ്പോൾ അവൾ പറഞ്ഞു, പപ്പ ജോലിക്ക് പോകത്തില്ല, ഇന്ന് മമ്മി പപ്പയെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറ്റി വിടുകയാണ്. കയറ്റി വിട്ടില്ലെങ്കിൽ പപ്പ തിരിച്ചു പോരും. ഞാൻ പറഞ്ഞു, ശരി പൊക്കോളൂ. അങ്ങനെ അവളും മമ്മിയും കൂടെ ചെന്ന് മഴയത്ത് നനഞ്ഞ് പപ്പയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്നാക്കിയിട്ട് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം അവള് വന്ന് പറഞ്ഞു, ഇന്ന് എനിക്കൊരു 2 hours ലീവ് വേണം, 2 മണിക്കൂർ. ഞാൻ ചോദിച്ചു, എന്തിനാണ്? ഇന്നലെ ഹാഫ് ഡേ ലീവ് എടുത്തതാണല്ലോ. അപ്പോൾ പറഞ്ഞു, KR പുരത്ത് കുറച്ച് ദൂരെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്? ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട പപ്പ 9 മണി രാത്രി ആയപ്പോഴത്തേക്ക് തിരിച്ചു വന്നു, ട്രെയിൻ മിസ്സായെന്ന് പറഞ്ഞു. ഇതിപ്പോൾ KR പുരത്ത് കൊണ്ടുവിട്ട് കയറ്റി ഇരുത്തി ട്രെയിൻ പോയി കഴിഞ്ഞിട്ടേ ഞങ്ങൾ വരുന്നുള്ളൂ. അങ്ങനെ വിട്ടില്ലെങ്കിൽ പപ്പ വീട്ടിൽ തന്നെ വീണ്ടും ഇരിക്കും, ജോലിക്ക് പോകത്തില്ല. ഇപ്പോൾ നിലവിൽ ആ വീട്ടിൽ എന്തെങ്കിലും സമ്പാദിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഈ 18 വയസ്സുള്ള പെൺകുട്ടി മാത്രമാണ്. അമ്മ രോഗിയാണ്, അപ്പൻ വെറുതെ ഇരിക്കും. ഇങ്ങനെ സ്വന്തം പിതാവിനെ പോലും കൊണ്ടു നടക്കേണ്ട ഗതികേട് വരുന്ന, അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ കൊണ്ടു നടക്കേണ്ടി വരുന്ന ഒരു ഗതികേട്, അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ദുഃഖം മനസ്സിലാവുകയുള്ളൂ. 8, 10, 18 വയസ്സുള്ള കുട്ടികൾ മാതാപിതാക്കളെ തിരുത്തുകയും മാതാപിതാക്കളെ കറക്റ്റ് ചെയ്യുകയും അവരെ ഉന്തിത്തള്ളി ജോലിക്ക് വിടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ. വെളിപാടിൻ്റെ പുസ്തകം ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല, തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നിന്നെ സ്വീകരിക്കുകയില്ല, ഞാൻ നിന്നെ തുപ്പിക്കളയുമെന്ന്. ഇന്ന് ആധുനിക സമൂഹത്തില് ഒരുപാട് കുടുംബങ്ങളില് ജോലി ചെയ്യേണ്ടത് സമ്പാദിക്കേണ്ട പിതാക്കന്മാർ വെറുതെ മൊബൈൽ നോക്കിക്കൊണ്ടും വെറുതെ കുത്തിയിരുന്നും ഉറങ്ങിയുമൊക്കെ സമയം ചിലവഴിച്ച് ഭാര്യയും മക്കളും കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നതിൽ നിന്ന് വീതം ഭക്ഷിച്ച് മന്ദോഷ്ണരായി ജീവിക്കുന്ന ഒരുപാട് പിതാക്കന്മാരും മാതാക്കളും ഒക്കെയുണ്ട്. നമ്മുടെ ജീവിതത്തിന് ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ജോലികൾ അത് നമ്മളാൽ ആവും വിധം ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവകൃപ സമൃദ്ധമായി ലഭിക്കുന്നത്. 1, 2 പ്രാവശ്യം എവിടുന്നെങ്കിലുമൊക്കെ പറഞ്ഞു വിട്ടു എന്ന് വിചാരിച്ച്, ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ലജ്ജിതരായി ഇരിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. കുറച്ച് നാണക്കേടും അസ്വസ്ഥതകളും ഒക്കെ നമുക്കുണ്ടെങ്കിലും വീണ്ടും വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ, ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടുപഠിക്കുവാൻ, ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള ഒരു കൃപ അത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതെടുത്ത് നാം ഉപയോഗിക്കുക തന്നെ ചെയ്യണം. ഈശോയുടെ തിരുമുൻപിൽ ഇത്തരം ഉത്തരവാദിത്വം നിർവഹിക്കാത്ത മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ അപ്പച്ച, അങ്ങയുടെ തിരുക്കുമാരനെ ഈ ഭൂമിയിലേക്ക് വിടുമ്പോഴും അങ്ങ് ആദ്യം സമീപിച്ചത് അമ്മയാകാനുള്ള പെൺകുട്ടിയെയാണ്. ജീവിതത്തിന്റെ വഴിത്തിരിവുകളിൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നതും സാഹസികമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും കഷ്ടപ്പെടുന്നതും അമ്മമാരാണ്. പക്ഷെ ഇപ്പോഴൊക്കെ അമ്മമാരും മക്കളെ കൊണ്ട് പണിയെടുപ്പിച്ച് മക്കളെ കഷ്ടപ്പെടുത്തി സുഖമായിരിക്കാൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതത്തെ മുഴുവനായും മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ പോലും ക്രമപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നല്ല ഈശോയെ,
സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന മാതാപിതാക്കളെ, സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന മക്കളെ, സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന സഹോദരങ്ങളെ ഒക്കെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികൾ അങ്ങ് തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന് വചനം പറയുന്നുണ്ട്. സ്വർഗീയ അപ്പച്ച, അങ്ങാണ് എല്ലാവർക്കും പിതാവ്, അങ്ങാണ് എല്ലാവർക്കും നേതാവ്. അങ്ങയുടെ തിരുപുത്രനാണ് ഞങ്ങളുടെ സഹോദരൻ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയില് അലസരായി കഴിയുന്ന മാതാപിതാക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട്, സ്വന്തം മാതാപിതാക്കളുടെ കഴിവുകേടിനെ ഓർത്ത് വേദനിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാരുണ്യനാഥ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് അങ്ങ് അവിടുന്ന് ഇറങ്ങി വന്ന് അവരെ ശക്തിപ്പെടുത്തി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊടുത്ത് ജോലി ചെയ്യാനുള്ള കൃപ കൊടുത്ത് അതിനുള്ള അവസരം കൊടുത്ത് കുടുംബത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും മനസമാധാനക്കേടും ഒക്കെ മാറ്റി അങ്ങ് ഞങ്ങളുടെ സമാധാനമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.